എൻ്റെ ഒരു 16-17 വയസ്സ് പ്രായമുള്ള സമയത്താണ് ജീവിതത്തിൽ ആദ്യമായിട്ട് മദ്യപാനം എന്ന് പറയുന്ന പരിപാടി ആരംഭിച്ചത്. അപ്പോൾ ഞങ്ങളൊക്കെ ആ ഒരു കാലഘട്ടങ്ങളിൽ മദ്യപാനം തുടങ്ങുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീടിൻ്റെ പരിസരത്തുള്ള നമ്മുടെ കുറച്ച് സുഹൃത്തുക്കളൊക്കെ ഉണ്ടാവും. ഒരു ഗ്യാങ് ആയിരിക്കും. അവർ 5 രൂപ 10 രൂപ 15 രൂപയൊക്കെ ഇങ്ങനെ പിരിച്ച് ഒരു 30 രൂപ 40 രൂപ 50 രൂപയൊക്കെ ആവും. ആ കാശിന് പോയിട്ട് ഒരു ബിയർ മേടിക്കും. ഈ ബിയർ 4, 5, 6, 7, 8 ഒക്കെ ആയിട്ട് വീതിച്ച് കുടിക്കും. അപ്പം അങ്ങനെയായിരുന്നു എൻ്റെ മദ്യപാനത്തിൻ്റെ സ്റ്റാർട്ടിങ്. അത് അങ്ങനെ പോരാണ്ട് വരുമല്ലോ. അങ്ങനെ വന്നപ്പോൾ ഞങ്ങൾ പെർ ഹെഡ് ഒരാൾക്കെന്നുള്ള രീതിയിൽ ബിയർ മേടിച്ച് പിന്നെ അങ്ങനെയായി. അതും ഈ ഓൾറെഡി നമ്മൾ ഏതെങ്കിലും ഒക്കേഷൻ ടൈം, എന്തെങ്കിലും ഓണം, ക്രിസ്മസ്, പിന്നെ പള്ളി പെരുന്നാൾ, അങ്ങനെ എന്തെങ്കിലും പരിപാടികളൊക്കെ വരുമ്പോൾ മാത്രം, നമ്മളുടെ നാടിൻ്റെ പേര് പറഞ്ഞു കേട്ടോ, അങ്ങനെ എന്തെങ്കിലും പരിപാടികളൊക്കെ വരുമ്പോൾ തന്നെ. പിന്നീട് ഇത് ഞങ്ങൾ എവറി സൺഡേ എന്നുള്ള രീതിയിലേക്ക് മാറി. പിന്നെ ബിയർ ചേഞ്ച് ആക്കിയിട്ട് മറ്റേ പൈൻറ്റും ഫുള്ളും ഒക്കെ മേടിച്ച് അങ്ങനത്തെ പരിപാടിയിലേക്ക് കിടന്നു. അപ്പം ഇങ്ങനെ ഞങ്ങൾ വർഷങ്ങളോളം പോയി. എനിക്കൊരു 20-21 വയസ്സൊക്കെ ആയപ്പോഴത്തേക്കും ഒരുമാതിരി സ്റ്റാൻഡേർഡ് സ്മോൾ അടിക്കാരനൊക്കെ ആയി ഞാൻ. അപ്പോൾ നമ്മുടെ കൂടെ ആദ്യം ഉണ്ടായിരുന്ന സുഹൃത്തുക്കളായിട്ടുള്ള പലരും, ചിലർ ഉപരിപഠനം, ചിലർ വല്ല ഗൾഫിൽ ജോലിയോ ഒക്കെ ആയിട്ട് 1 by 1 ആയിട്ട് അങ്ങനെ അങ്ങോട്ട് പിരിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഒരുപാട് എല്ലാ കമ്പനികളും കൂടി എല്ലാ കമ്പനിയിലും ഒരാളായിരുന്നത് കൊണ്ട് മദ്യം എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. പുള്ളി എന്നെ ഉപേക്ഷിച്ചില്ലായിരുന്നു. അങ്ങനെ എനിക്ക് തോന്നുന്നു ഒരു 22 വയസ്സ് ഒക്കെ ആകുമ്പോഴാണ് ഞാൻ ഒറ്റയ്ക്കിരുന്നിട്ട്, ശ്രദ്ധിക്കണം, ഒറ്റയ്ക്കിരുന്നിട്ടുള്ള മദ്യപാനം സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മൾ സുഹൃത്തു കൂടി എത്ര വർഷം കുടിച്ചാലും നമ്മൾ അഡിക്റ്റ് ആവില്ല. അതിന് എത്ര ക്വാണ്ടിറ്റി അടിച്ചാൽ പോലും എനിക്ക് തോന്നുന്നു നമ്മൾ അഡിക്റ്റ് ആവില്ല. പക്ഷെ നമ്മൾ ഒറ്റയ്ക്കിരുന്നുള്ള മദ്യപാനത്തിന് ഒരുപാട് നമ്മളും മദ്യവും തമ്മിലുള്ള ഒരു ബന്ധം തന്നെ ഉണ്ട്. ആ സമയത്ത് നമ്മുടെ ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ മദ്യമാണ്. അപ്പോൾ അവർ തമ്മിലുള്ള ഒരു റിലേഷൻ വരുന്നുണ്ട്. അത് ഇൻഡയറക്റ്റ് നമ്മുടെ മൈൻഡിൽ വരുന്ന ഒരു സംഭവമാണത്. ഒറ്റയ്ക്കിരുന്നുള്ള മദ്യപാനം നമ്മൾ തുടങ്ങിയാൽ ഞാൻ ഉറപ്പ് തരുന്നു, മിക്കവാറും അവരുടെ കാര്യം, അവരുടെ ലൈഫ്, അവരുടെ ബാക്ക്ഗ്രൗണ്ട്, അവരുടെ ഫാമിലി ആയിക്കോട്ടെ, എന്തായിക്കോട്ടെ, അതെല്ലാം മിക്കവാറും കട്ടപ്പുകയായിരിക്കും. ഉറപ്പായിട്ടുള്ള കാര്യമാണ്. ഇതിപ്പോൾ ഇങ്ങനെ ഞാൻ പറയാനുള്ള കാരണം വേറൊന്നുമല്ല. കഴിഞ്ഞ ഒരു 4 മാസത്തിൻ്റെ ഇടയിൽ ഞാൻ ആദ്യകാലങ്ങളിൽ എൻ്റെ കൂടെ മദ്യപിച്ചിരുന്ന ചില ആൾക്കാർ, ഒരു 3-4 പേരെങ്കിലും കഴിഞ്ഞ വെറും 3-4 മാസത്തിന് ഇടയിൽ, ഇതിപ്പോൾ 2025 ജൂൺ മാസം 1-ാം തീയതിയാണ് പറയുന്നത്, കഴിഞ്ഞൊരു 4 മാസത്തിനിടയിൽ ഒരു 2-3 എൻ്റെ 3-4 സുഹൃത്തുക്കൾ, 4 പേര്, കറക്റ്റ് പറഞ്ഞാൽ 4 പേര് മരിച്ചുപോയി. അവർ മരിച്ചതിൻ്റെ അടിസ്ഥാനപരമായ കാരണം ഇത് തന്നെയായിരുന്നു, മദ്യപാനമായിരുന്നു. ഒരു 50 വയസ്സ്, 51 വയസ്സ്, 52 വയസ്സ് പ്രായത്തിൽ മരിക്കുക എന്ന് വെച്ചാൽ, നമ്മൾ ആ 16 വയസ്സ് 17 വയസ്സ് തുടങ്ങുമ്പോൾ നമ്മൾ ഇങ്ങനെയൊന്നും കടിയേറി ചിന്തിക്കൂല. ഞാനിപ്പോൾ നിർത്തിയിട്ട് 17 കൊല്ലമൊക്കെ കഴിഞ്ഞിട്ടാണ്, 16-17 വർഷവും ഞാൻ നിർത്തിയിട്ട് ഞാൻ എസ്കേപ്പായി. പക്ഷെ എല്ലാവർക്കും ഇതേപോലെ എസ്കേപ്പ് ആകാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഒറ്റയ്ക്ക് ഇരുന്നുള്ള മദ്യപാനം നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളത് കൺട്രോൾ ചെയ്തോളണം. എങ്ങനെ ഒരു ഉപദേശം എന്നുള്ള രീതിയിൽ എടുക്കണ്ട. ഇപ്പോൾ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ഇങ്ങനെ മരിച്ചു കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് വന്നൊരാശയം ഇങ്ങനെയൊക്കെ പറയാമെന്നുള്ള ഒരു ഇതുകൊണ്ട് കൂടിയാണ് ഞാൻ പറയണത്. എസ്കേപ്പ് ആകാൻ നമുക്ക് മാർഗ്ഗങ്ങളുണ്ട്. ഇപ്പം നമ്മളിപ്പോൾ അഡിക്റ്റ് ആണെങ്കിലും എസ്കേപ്പ് ആകാൻ മാർഗ്ഗങ്ങളൊക്കെ ഉണ്ട്, ഇല്ലായികയൊന്നുമില്ല. പക്ഷെ അതിനു വേണ്ടിയുള്ള ചില മെൻ്റൽ തീരുമാനങ്ങളൊക്കെ എടുത്തെടുത്ത് വരണം. ചിലർക്കത് പറ്റില്ല, ചിലർക്ക് പറ്റും. ഇപ്പം എനിക്ക് പറ്റി. അപ്പോൾ എനിവേ, ഒറ്റക്കുള്ള മദ്യപാനത്തിലേക്ക് ആരെങ്കിലുമൊക്കെ കടന്നു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള ചേട്ടന്മാർ ശരിക്കും ഒന്ന് ആലോചിച്ചിട്ട് മുന്നോട്ട് പോവുക. ഇത്തരം കാര്യങ്ങൾ എനിക്ക് കുറച്ചുകൂടിയൊക്കെ പറയാനുണ്ട്. തീർച്ചയായിട്ടും ഒരുപാട് നേരം ഇങ്ങനെ പറയാൻ പാടില്ല, പറഞ്ഞാൽ നിങ്ങൾക്കും ഇഷ്ടപ്പെടില്ല എന്നറിയാം. അതുകൊണ്ട് ഞാൻ വീണ്ടും വരാം.